നമ്മുടെ മലയാള സിനിമയിൽ അഭിനയിച്ച ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് വിട പറഞ്ഞ നടിമാരുടെ അവസാന സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ അവരെ ഒന്നുകൂടി ഓർക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കൽപ്പന 70കളുടെ അവസാനത്തിൽ ബാലതാരമായിട്ടാണ് നമ്മുടെ കൽപ്പന ചേച്ചി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. 1977 പുറത്തിറങ്ങിയ വിടരുന്ന മൊട്ടുകൾ, 79 ശിഖരങ്ങൾ, 80 പുറത്തിറങ്ങിയ ദിഗ്വിജയം എന്നീ സിനിമകളിലാണ് നമ്മുടെ കൽപ്പന ചേച്ചി ആദ്യകാലങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചത്. 1982 പുറത്തിറങ്ങിയ പോക്കുവേൽ എന്ന സിനിമയിലാണ് പ്രധാന വേഷത്തിൽ ആദ്യമായി കൽപ്പന ചേച്ചി എത്തുന്നത്. സിനിമയിലെത്തുന്ന എല്ലാവരെയും പോലെ നായികയാവുക എന്നതായിരുന്നു കൽപ്പനയുടെ ആഗ്രഹം. പക്ഷേ നായികയേക്കാൾ കൂടുതൽ അവരുടെ കോമഡി റോളുകളിലൂടെ നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടു. പിന്നീട് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലായി 300-ലേറെ സിനിമകളിൽ കൽപ്പന അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല, തനിച്ചല്ല ഞാൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് 2013 മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ജനുവരി 25, 2016 ഹൈദരാബാദിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു കൽപ്പനയുടെ മരണം സംഭവിച്ചത്. 2015 നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായി പുറത്തിറങ്ങിയ ചാർലി എന്ന സിനിമയിലാണ് മലയാളത്തിൽ കൽപ്പന അവസാനമായി അഭിനയിച്ചത്. ഈ സിനിമയിൽ അവതരിപ്പിച്ച ക്യൂൻ മേരി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. 2016 പുറത്തിറങ്ങിയ തമിഴ് സിനിമയായ തോഴ, കാതൽ കസക് തയ്യ എന്നീ സിനിമകളാണ് മരണശേഷം പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കിയാക്കി മടങ്ങുമ്പോൾ കൽപ്പന ചേച്ചിയുടെ പ്രായം 51 വയസ്സ് മാത്രമായിരുന്നു. സൗന്ദര്യ 1993 പുറത്തിറങ്ങിയ ഗാന്ധർവ എന്ന കന്നഡ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സൗന്ദര്യ സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് തെലുങ്കിലും തമിഴിലും കന്നഡയിലും മലയാളത്തിലും ഹിന്ദിയിലും ഉൾപ്പെടെ 100-ലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, അഭിനയ പ്രതിഭ കൊണ്ടും ഇന്ത്യ ഒട്ടാകെ ആരാധകരുള്ള നടിയായിരുന്നു സൗന്ദര്യ. ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ നടന്മാരുടെയൊക്കെ നായികയായി ഇവർ അഭിനയിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചന്റെയും രജനികാന്തിന്റെയും നാഗാർജുനയുടെയും മോഹൻലാലിന്റെയൊക്കെ നായികയായി ഇവർ തകർത്തഭിനയിച്ചു. എന്നാൽ നമ്മൾ മലയാളികൾക്ക് സൗന്ദര്യയെ കൂടുതൽ അടുത്തറിയുന്നത് 2002 സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയറാം നായകനായി അഭിനയിച്ച യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലും 2003 പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം എന്നീ 2 സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ്. 2004 ഏപ്രിൽ 17 ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലായിരുന്നു സൗന്ദര്യ മരണപ്പെട്ടത്. മരിക്കുന്ന സമയത്ത് ഇവർ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു വിമാനാപകടമുണ്ടായത്. മരിക്കുമ്പോൾ ഇവരുടെ പ്രായം 31 വയസ്സ് മാത്രമായിരുന്നു. 2004 പുറത്തിറങ്ങിയ അപ്തമിത്ര എന്ന സിനിമയിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത്. സൗന്ദര്യയുടെ പെട്ടെന്നുള്ള മരണവാർത്ത ഇന്ത്യ ഒട്ടാകെയുള്ള ആരാധകരെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. മോനിഷ 1986 ഹരിഹരന്റെ സംവിധാനത്തിൽ MT വാസുദേവൻ നായരുടെ രചനയിൽ പുറത്തിറങ്ങിയ നഗക്ഷതങ്ങൾ എന്ന സിനിമയിൽ വിനീതിനോടൊപ്പമാണ് മോനിഷ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ആദ്യ സിനിമയിലെ പ്രകടനത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും മോനിഷ നേടി. അപ്പോൾ മോനിഷയുടെ പ്രായം 16 വയസ്സ് മാത്രമായിരുന്നു. മലയാളത്തിലും തമിഴിലുമായി ഏകദേശം 24 സിനിമകളിൽ മാത്രമേ മോനിഷ അഭിനയിച്ചിട്ടുള്ളൂ. മോനിഷയുടെ പേരിലുള്ള മറ്റൊരു റെക്കോർഡ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടി എന്ന റെക്കോർഡ് മോനിഷയുടെ പേരിലാണ്. ഇവരുടെ വളരെ ചെറിയ സിനിമാ കരിയറിൽ മലയാളത്തിലെ പ്രമുഖരായ മിക്കവാറും സംവിധായകരുടെയൊക്കെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 1992 ഡിസംബർ 5 ആലപ്പുഴയിലെ ചേർത്തലയിലുണ്ടായ വാഹനാപകടത്തിലാണ് മോനിഷ മരണപ്പെടുന്നത്. ചെപ്പടി വിദ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ. മരിക്കുമ്പോൾ മോനിഷയുടെ പ്രായം വെറും 21 വയസ്സ് മാത്രമായിരുന്നു. 1992 ശ്രീനിവാസൻ, സുധീഷ്, മാധു തുടങ്ങിയവർ അഭിനയിച്ചു പുറത്തിറങ്ങിയ ചെപ്പടി വിദ്യ എന്ന സിനിമയിലാണ് മോനിഷ അവസാനമായി അഭിനയിച്ചത്. മലയാളികൾ ഇന്നും ഒരു നൊമ്പരത്തോടെ ഓർക്കുന്ന ഒരു നക്ഷത്രമായിരുന്നു മോനിഷ. നടി ചിത്ര 1975 പുറത്തിറങ്ങിയ കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചാണ് സിനിമാ രംഗത്തേക്ക് ചിത്ര എത്തുന്നത്. പിന്നീട് പ്രധാന വേഷം ചെയ്യുന്നത് 1981 മോഹൻലാൽ, പ്രേം നസീർ തുടങ്ങിയവർ അഭിനയിച്ച ആട്ടക്കലാശം എന്ന സിനിമയിലാണ്. പിന്നീട് അങ്ങോട്ട് 20 വർഷം സിനിമാ രംഗത്ത് തകർത്തഭിനയിച്ചു. സൂപ്പർ സ്റ്റാറുകളായ രജനികാന്ത്, കമൽഹാസൻ, മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയവരുടെ നായികയായും വേഷമിട്ടു. 2021 ഓഗസ്റ്റ് 21 ചെന്നൈയിൽ വെച്ച് ഹൃദയാഘാതം മൂലമായിരുന്നു ഇവർ മരണപ്പെട്ടത്. 2001 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ സൂത്രധാരനിലാണ് ഇവർ അവസാനമായി മലയാള സിനിമയിൽ അഭിനയിച്ചത്. പിന്നീട് ഒരുപാട് സീരിയലുകളിൽ
വേഷമിട്ടിരുന്നു. സിനിമയിലേക്ക് ഒരു രണ്ടാം വരവിന് തയ്യാറെടുക്കുമ്പോഴായിരുന്നു ഇവരുടെ മരണം. മരിക്കുമ്പോൾ ഇവരുടെ പ്രായം 56 വയസ്സായിരുന്നു. സിൽക്ക് സ്മിത ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയെ ഇളക്കിമറിച്ച നടി സിൽക്ക് സ്മിത ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. വളരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ ഏകദേശം 13 വയസ്സുള്ളപ്പോൾ വിവാഹം കഴിച്ചു വിട്ടു വീട്ടുകാർ. എന്നാൽ ആ ബന്ധം അധികം നീണ്ടുനിന്നില്ല. ചെറുപ്പത്തിൽ തന്നെ വിവാഹ മോചിതയായി. അകന്ന ബന്ധുവിന്റെ സഹായത്തോടെ അപർണ എന്ന നടിയുടെ വീട്ടുജോലിക്കാരിയായി കരിയർ ആരംഭിച്ചു. പിന്നീട് മേക്കപ്പ് ആർട്ടിസ്റ്റായി, പിന്നെ സിനിമാ നടിയുമായി. 1981 പുറത്തിറങ്ങിയ ഇണയെ തേടി എന്ന സിനിമയിലൂടെയാണ് സിൽക്ക് സ്മിത സിനിമാ രംഗത്തെത്തുന്നത്. എന്നാൽ ഈ സിനിമ ഒരുപാട് വൈകിയാണ് റിലീസായത്. സിൽക്ക് സ്മിതയുടെ രണ്ടാമത്തെ ചിത്രം 1980 പുറത്തിറങ്ങിയ വണ്ടിച്ചക്രം എന്ന തമിഴ് സിനിമയായിരുന്നു. ആ സിനിമയിലെ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തുടർന്നിങ്ങോട്ട് തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 450-ലേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 1996 സെപ്റ്റംബർ 23 സ്വയം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇവർ. 2 സിനിമകൾ നിർമ്മിക്കുകയും അവസാന കാലത്ത് കടബാധ്യതയും വിഷാദരോഗവും ഇവരെ വല്ലാതെ വേട്ടയാടിയിരുന്നു. 1998 സിൽക്ക് സ്മിത അവസാനമായി അഭിനയിച്ച സിനിമ റിലീസാവുന്നത് ഹയവാൻ എന്ന ഹിന്ദി സിനിമയായിരുന്നു അത്. ഫിലോമിന നാടകങ്ങളിലൂടെയാണ് ഫിലോമിനാമ സിനിമയിലെത്തുന്നത്. 1964 പുറത്തിറങ്ങിയ കുട്ടിക്കുപ്പായമായിരുന്നു ആദ്യ സിനിമ. പിന്നീട് അങ്ങോട്ട് 750 മുകളിൽ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. തുടക്കകാലത്ത് അമ്മ വേഷങ്ങൾ ചെയ്ത ഫിലോമിനാമ്മയുടെ കോമഡി ചെയ്യാനുള്ള കഴിവ് തിരിച്ചറിയുന്നത് സംവിധായകൻ സത്യൻ അന്തിക്കാടാണ്. 1983 പുറത്തിറങ്ങിയ മണ്ടന്മാർ ലണ്ടനിൽ എന്ന സിനിമയിലൂടെയാണ് കോമഡി കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയത്. നിരവധി കോമഡി വേഷങ്ങളും സീരിയസ് വേഷങ്ങളുമായി 45 വർഷത്തിലേറെ ഇവർ സിനിമാ രംഗത്തുണ്ടായിരുന്നു. 2006 ജനുവരി 2 ചെന്നൈയിൽ വെച്ചായിരുന്നു മരിക്കുന്നത്. വാർദ്ധക്യ സംബന്ധമായ അസുഖം കാരണമായിരുന്നു മരണം. മരിക്കുമ്പോൾ ഇവരുടെ പ്രായം 80 വയസ്സായിരുന്നു. വിനയന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന സിനിമയിലാണ് ഫിലോമിനാമ്മ പ്രധാന വേഷത്തിൽ അവസാനമായി അഭിനയിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ 2020, എഗെയിൻ കാസർഗോഡ് കാതർബായി, ഉപ്പുകണ്ടം പ്രദേശ്, ബാക്ക് ഇൻ ആക്ഷൻ, 2 ഹരിഹർ നഗർ എന്നീ സിനിമകളിൽ ഫിലോമിനാമ്മയുടെ പഴയ ഫൂട്ടേജ് കാണിച്ചിരുന്നു. ഇപ്പോഴും പല സിനിമകളിലും ഫിലോമിനാമ്മ ചെയ്ത പല കഥാപാത്രങ്ങളും ഫോട്ടോ പ്രസൻസിലൂടെ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. KPSC ലളിത നാടകങ്ങളിലൂടെയായിരുന്നു ലളിത ചേച്ചി സിനിമയിലെത്തിയത്. 1969 പുറത്തിറങ്ങിയ കൂട്ടുകുടുംബം എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി ഏകദേശം 500 മുകളിൽ സിനിമകളിൽ ഇവർ വ്യത്യസ്തമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2022 ഫെബ്രുവരി 22 മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇവരുടെ പ്രായം 74 വയസ്സായിരുന്നു. 2022 RJ ബാലാജി, സത്യരാജ്, ഊർവശി, അപർണ, ബാലമുരളി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ വീട്ടിലെ വിശേഷങ്ങൾ എന്ന തമിഴ് സിനിമയിലായിരുന്നു KPSC ലളിത ചേച്ചി അവസാനമായി അഭിനയിച്ചത്. ലളിത ചേച്ചിയുടെ മരണശേഷം അവസാനമായി പുറത്തിറങ്ങിയ സിനിമ 2023 ജിൻ എന്ന സിനിമയായിരുന്നു. സുകുമാരി 1951 പുറത്തിറങ്ങിയ ഒരു ഇരുവ് എന്ന തമിഴ് സിനിമയിൽ ഒരു ഗാനരംഗത്തിലൂടെയാണ് സുകുമാരിയമ്മ ആദ്യമായി സിനിമയിലെത്തുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ സുകുമാരിയമ്മ 60 വർഷത്തിനിടെ 2500-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിലവിളക്ക് കത്തിക്കുന്നതിനിടയിൽ തീപിടുത്തമുണ്ടാകുകയും സുകുമാരിയമ്മയുടെ 40% പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നതിനിടയിലായിരുന്നു ഹൃദയാഘാതമുണ്ടായി മരണപ്പെട്ടത്. 2013 മാർച്ച് 26 മരിച്ചത്. മരിക്കുമ്പോൾ 72 വയസ്സായിരുന്നു. 2012 3G എന്ന സിനിമയാണ് സുകുമാരിയമ്മയുടേതായി അവസാനമായി വെള്ളിത്തിരയിലെത്തിയ സിനിമ. അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച, മറക്കാൻ പറ്റാത്ത, ഒരുപാട് ഇപ്പോഴും നൊമ്പരമുണ്ടാക്കുന്ന താരങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.